ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്കൊരു ടേസ്റ്റി ആൻഡ് ഈസി ബിരിയാണി ഉണ്ടാക്കിയാലോ. ഇതിനായി ഏലക്കായ്, ഗ്രാമ്പു, പെരുംജീരകം, പട്ട, ജാതിപത്രി ചെറിയൊരു കഷ്ണം മതി. അതുപോലെ നക്ഷത്രപ്പൂ ചെറിയ 2 കഷ്ണം. പിന്നെ ആവശ്യത്തിന് അല്പം കുരുമുളകും കൂടി ചേർത്ത് നന്നായി ചതുക്കിയെടുക്കുക. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം ബിരിയാണി. ഇതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി അധികം ചേർക്കരുത്, ആവശ്യത്തിന് മാത്രം ചേർക്കുക, എരിവിനനുസരിച്ച്. ഗരം മസാലയും ചേർക്കേണ്ടതാണ്. അതേപോലെ മല്ലിപ്പൊടി. ഞാനിവിടെ ഗരം മസാല ഇല്ലാത്തതിനാൽ നേരത്തെ പൊടിച്ചു വെച്ച പട്ട, ഗ്രാമ്പു, ഏലക്കായ എന്നിവയുടെ പൊടിച്ചു വെച്ച പൊടിയാണ് ചേർക്കുന്നത്. കൂടാതെ ഇതിലേക്ക് അല്പം തൈര് കൂടി ചേർക്കേണ്ടതാണ്, അധികമാകരുത്. പിന്നെ ചെറുനാരങ്ങയും ചേർക്കുക, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. എല്ലാം അധികമാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്, എന്നാൽ നിങ്ങളുടെ എരിവിനും ടേസ്റ്റിനും അനുസരിച്ച് ചേർക്കേണ്ടതുമാണ്. ഇതിലേക്ക് കറുവയിലയും കൂടി ചേർത്ത് നന്നായി കുഴച്ച് മിക്സാക്കുക. ഇതോടൊപ്പം മല്ലി, പുതിന, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി എന്നിവ അരച്ച പേസ്റ്റ് കൂടി ചേർക്കേണ്ടതാണ്. ഇത് പ്രത്യേക ടേസ്റ്റ് നൽകും നമ്മുടെ മസാലയ്ക്ക്. കൂടാതെ നെയ്യും, ആവശ്യത്തിന് സ്പൂണ് നെയ്യും ചേർക്കേണ്ടതാണ്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യേണ്ടതാണ്. ഇതോടൊപ്പം വറുത്ത് വെച്ച ഉള്ളിയും കൂടി ചേർക്കേണ്ടതാണ്. കൂടാതെ വെല്ലുള്ളി അരിഞ്ഞതും കൂടി ചേർക്കുക. നിങ്ങൾക്ക് എത്രയാണോ മസാല ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് വെല്ലുള്ളി കൂടി ചേർക്കുക. 2 തക്കാളിയും കൂടി ചേർക്കേണ്ടതാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം കുഴച്ച് മിക്സാക്കേണ്ടതാണ്. ആവശ്യത്തിന് എരിവും ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് ഈ സമയത്ത്. കൂടാതെ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർക്കേണ്ടതാണ്, അടിയിൽ കരിഞ്ഞു പോവാതിരിക്കാൻ. ഇനി ഒരു 15 മിനിറ്റ് നന്നായി ഉപ്പും മുളകൊക്കെ പിടിക്കാനായിട്ട് മാറ്റി വയ്ക്കുക. നന്നായി ഉപ്പും മുളകൊക്കെ ചിക്കനിലേക്ക് പിടിച്ചതിന് ശേഷം ഇത് അടുപ്പത്തേക്ക് വെക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഏത് പാത്രത്തിലാണോ നിങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിൽ ചിക്കൻ വേവിച്ചെടുക്കുക. വെള്ളം നന്നായി വറ്റുന്നത് വരെ വേവിച്ചെടുക്കേണ്ടതാണ്. വറ്റിക്കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് അല്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് നന്നായി വേവിച്ചെടുക്കുക. നന്നായി വറ്റിയതിന് ശേഷം മാത്രം ഈച്ച് വയ്ക്കുക. അതോടൊപ്പം കരിഞ്ഞു പോകുന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈച്ച് വെച്ച് റൈസ് ഉണ്ടാക്കാം. അതിനായി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് അല്പം നെയ്യ് ചേർക്കുന്നു. നെയ്യോടൊപ്പം അല്പം വെളിച്ചെണ്ണ കൂടി ചേർക്കേണ്ടതാണ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പട്ട, ഗ്രാമ്പു, ഏലക്കായ്, പെരുംജീരകം, കുരുമുളക് എന്നിവ ചതച്ച് വെച്ചില്ലേ, അതും കൂടി ചേർക്കുക. ഇതിലേക്ക് കറുവയിലയും പുതിനയൊക്കെ ചേർക്കുക. പിന്നീട് ഉള്ളി കൂടി ചേർത്ത് നന്നായി മിക്സാക്കുക. ആവശ്യത്തിന് വെളിച്ചെണ്ണയും ചേർക്കേണ്ടതാണ്. പിന്നീട് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും ചേർത്ത് നന്നായി ഇളക്കി വേവിച്ചെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് പെരുംജീരകം കൂടി ചേർക്കേണ്ടതാണ്. ഞാനിവിടെ ഉസ്താദ് കൈമ റൈസാണ് എടുത്തത്. 3 ഗ്ലാസ് അരിയാണ് ഇവിടെ ഞാൻ എടുത്തത്. 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം എന്ന നിലയിലാണ് നമ്മൾ എടുക്കേണ്ടത്. എന്ന് വെച്ചാൽ 1 ഗ്ലാസ് അരി എടുക്കുന്നെങ്കിൽ 2 ഗ്ലാസ് വെള്ളം എടുക്കുക. പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചെറുനാരങ്ങയും പിഴിഞ്ഞ് മല്ലി, പുതിന എന്നിവ ഇലയും ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് പൈനാപ്പിളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാവുന്നതാണ്. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം മാത്രം അരി ഇടുക. ഇവിടെ ബിരിയാണി റൈസ് നല്ലോണം വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നെയ്യും കൂടി ചേർക്കുക. അഥവാ വേവ് കുറവാണെങ്കിൽ അല്പം ചൂടുവെള്ളമാണ് ചേർക്കേണ്ടത്.
വെള്ളം കൂടിപ്പോയാൽ നമ്മൾ റൈസ് കുഴഞ്ഞു പോകും. അതിനാൽ ഇതേ അളവിന് തന്നെ വെള്ളം എടുക്കുക. ഇനി നമുക്ക് ദമ്മിടാം. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയാണ്. അതിലേക്ക് ബിരിയാണി ചോറും ഇട്ട് നമുക്ക് മേലെ മുന്തിരിയും പിന്നെ ഉള്ളി വറുത്ത് വെച്ചതും പൈനാപ്പിളും മല്ലിയില പുതിനയില നമ്മളെ കയ്യിൽ എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. വളരെ സിമ്പിളും എന്നാൽ ടേസ്റ്റിയും എന്നാൽ വെളിച്ചെണ്ണയൊന്നും അധികം ചേർക്കാത്തതുമായ വളരെ നല്ലൊരു ബിരിയാണി റെസിപ്പിയാണിത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.